ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജേണൽ ഡയറി മേക്ക് ഓവർ ആട്ടോ. അപ്പോൾ ഈ ഡയറിനെയാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ അതാ അങ്ങനെ മറിക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഇങ്ങനത്തെ ഓരോത് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഇങ്ങനെ ശീല വെച്ച് ഈ ഒരു ശീല വെച്ച് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാതൊക്കെ വേണ്ടി ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. പക്ഷെ തേക്കുന്നത് ഇത് വലിയ ഡയറിയാണ്. ഈ ഡയറിയിൽ ജേണലൊക്കെ ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും എല്ലാ വീഡിയോയും കാണണം. അതിന് മുൻപ് ഈ വീഡിയോ ആരെങ്കിലും ആദ്യമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളുടെ സാധാരണ പേപ്പറാട്ടോ. ഇവിടെ നമ്മൾ ബാക്കി ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി മടക്കി വെക്കാൻ നോക്കണം. ഇതങ്ങനെ ആവുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, അവസാനം നമുക്ക് നേരാക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇവിടെ ഈ ഒരു ശീല ഒട്ടിക്കാട്ടോ. അപ്പോൾ നമുക്ക് ശീല ആദ്യം ഇവിടെ ഇങ്ങനെ ഇതാട്ടോ, ഇതാണ് മുൻഭാഗം, ഇതാണ് ബാക്ക് ഭാഗം. ഭാഗത്ത് നമുക്കിതാ ഈ ഒരു ബുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മടക്കാൻ കഴിയുമോ എന്നൊക്കെ നോക്കണം കേട്ടോ. എന്താ അവിടുന്ന് അണക്കരുത്. എന്താ ഇതിന് യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാട്ടോ. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ആയതിന് ശേഷം തന്നെ നമുക്കിതാ ഇതിങ്ങനെ ഇവിടേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആ ഒരു തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മളിതാ ഇവിടെ ഇങ്ങനെ ആക്കിയാണ്ട് ഈ രണ്ട് ഭാഗവും ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഒട്ടിച്ച് അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇവിടെ വരെ ഇത് വെച്ച് ഇങ്ങനെ പൊതിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. പേജ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും നോക്കാം. ഇതുവരെയാണ്. അപ്പോൾ നമുക്കിനി പക്ഷെ അതുവരെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പശ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശീല നന്നായിട്ട് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. ഇതുപോലെ ഇനി നമുക്ക് ഈ ഒരു വശവും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു വര, രണ്ട് വര, ഇങ്ങനെ മതി. പൊട്ടിച്ച് കൊടുക്കണം. അതിനായി നമ്മളിതാ ഈ ഒരു വശത്ത് ഇങ്ങനെ കയറി ഇത് നമ്മളിതാ രണ്ട് വശവും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശം ഇതുപോലെ ഇങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. അതിനായി നമ്മൾ ഈ നടുഭാഗത്ത് 4 പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കഷ്ണം നമുക്ക് ആവശ്യമില്ല കേട്ടോ. അവസാനം നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇതിങ്ങനെ മടക്കി എത്ര ഉണ്ട് നോക്കാം. ഇത്ര കേട്ടോ. ഡയറി ഇതുപോലെ അങ്ങനെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുറിച്ച ഈ കഷ്ണങ്ങൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, രണ്ട് ഭാഗവും. ഇനി നമുക്ക് ഇതിൽ ജേർണലിംഗ് ഒക്കെ ചെയ്യാം.